അപ്പോൾ ക്രീമിന്റെ കാര്യത്തിന് ഡ്രസ്സിന്റെ കാര്യം ഓക്കെ ക്രീമിന്റെ കാര്യത്തിന് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. വെറുതെ ഇങ്ങനെ കോള് വിളിക്കേണ്ട. ആരും കോള് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത് കോള് വിളിക്കേണ്ട. പിന്നെ ഈ സുഖവിവരങ്ങളൊന്നും ചോദിച്ചിട്ട് ഈ ബിസിനസ് വാട്സപ്പിൽ മെസ്സേജ് ഇടല്ലേ. അത് ബിസിനസ്സാണ്, ബിസിനസ് വാട്സപ്പാണ്. അതിൽ പേഴ്സണൽ അല്ല, ആ നമ്പർ പേഴ്സണൽ അല്ല. അതുകൊണ്ട് മെസ്സേജ് അങ്ങനെ ഇട്ടാൽ മതി. വേറെയുള്ള കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ലൈവ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ 24 മണിക്കൂറും കോള് വന്നാൽ എങ്ങനെയാ ഈ ക്രീമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത് എൻക്വയറി എടുത്തിട്ട് അത് അയച്ചു വിടാം. ഒന്ന് മനസ്സിലാക്കണം. കോള് ആരും ചെയ്യണ്ട, മെസ്സേജ് ഇട്ടോളൂ, എല്ലാത്തിനും റീപ്ലൈ തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ് കേട്ടോ. ഷാജിദ ഷാജിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഷാജിദ ഷാജി നമ്മുടെ ഒരു യൂട്യൂബറിനെ, അതായത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഇറ്റ്സ് മീ ഗൈസിനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, എന്നെ കോണ്ടാക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വരും. നീ എവിടെയാണോ ഉള്ളത് നിന്നെ ഞാൻ പൊക്കും, നിന്റെ വീട്ടിൽ ഞാൻ വരും, നിന്നോട് സംസാരിക്കും. നിന്റെ ഭാര്യ ആരാണോ, നിന്റെ ഉമ്മ ആണോ, നിനക്ക് എത്ര, നീ റൂമിന്റെ ഉള്ളിൽ, നീ 4 ചുമരിനുള്ളിൽ മാത്രമേ ആണാണെങ്കിൽ നീ പുറത്തു വാ. എന്നിട്ട് നീ നേരിട്ട് മുട്ട, നീ നേരിട്ട് വന്ന് മുട്ടാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പുറത്തു വാ. ഓക്കെ, എന്തിനാണ് ഈ വെല്ലുവിളി എന്നല്ലേ? നമ്മുടെ ഷാജിദ ഷാജിയുടെ ഉമ്മ നമ്മുടെ ഇറ്റ്സ് മീ ഗൈസിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ഫോണിലൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ഇറ്റ്സ് മീ ഗൈസ് തൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. 2 കൊല്ലാവാൻ പോയി. അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുത്ത് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടുന്ന് വെയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന്. അപ്പം ഷാജിദ ഷാജിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു റിയാക്ഷൻ, അതായത് ലൈവിലൂടെ ഇങ്ങനെ കയറി വെല്ലുവിളിക്കുന്നത്. പക്ഷേ ഒരു വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ ഇവർ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഷാജിദയെക്കുറിച്ച് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ 3 വീഡിയോസിനടിയിലൊക്കെ എന്നെ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അവരെക്കുറിച്ച് നിനക്ക് അവരുടെ ദുഃഖം അറിയാവോ, നീ ആരാ, നിങ്ങളെന്തിനാ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുമല്ലോ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഷാജിദ ഷാജി തന്നെയാണ്. നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നു മാത്രമല്ല, നമ്മുടെ അഭിപ്രായം പറയുന്നത്, അത് വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നില്ല. ഇതിലിപ്പം ഷാജിദ ഷാജിയുടെ മകൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഉമ്മ പാവമാണ്, എൻ്റെ ഉമ്മ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഉമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ മകൻ്റെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിംഗ് കൂടെ കണ്ടിട്ട് വരാം. എന്താ പറയാമെന്ന് പറഞ്ഞാൽ, കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. അപ്പോൾ ഈ എൻ്റെ ഉമ്മമാൻ്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ കമൻറ്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ടാൽ അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണത്. ഒരു ഉമ്മാനൊക്കെയാണ് ഞങ്ങൾ ഇട്ടുകൊണ്ട് ചെയ്യുന്നത്. ഈ ഇറ്റ്സ് മീ ഗൈസിനെ നമ്മുടെ ഷാജിദയുടെ ഉമ്മ വിളിച്ച് എനിക്കൊന്ന് ഒരു 10-16 അത്രയോളം മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഓഡിയോ ക്ലിപ്പിംഗ്. അപ്പോൾ ആ ഒരു ഓഡിയോ ക്ലിപ്പിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഷാജിദാന്റെ മാപ്പിള മരിച്ചിട്ട് ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലാവാൻ പോകുന്നു. നമ്മുടെ ഇനിയൊരു എതിദീനം വരുമ്പോഴേക്ക് 2 കൊല്ലം തികയും. അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടുന്ന് വെയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഷാജിദയോട് കുറച്ചൊരു സിമ്പതി ഉണ്ടായിരുന്നു കേട്ടോ. 5 കുഞ്ഞുങ്ങളുടെ അമ്മ. ഇപ്പം എനിക്ക് 2 മക്കളാണുള്ളത്, എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. എന്നിട്ട് പോലും നമുക്ക് 2 മക്കളെ വിദ്യാഭ്യാസ ചിലവായാലും അവരെ വളർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ 2 പെൺകുട്ടികളായിട്ട് തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ഷാജിദയ്ക്ക് ആൺമക്കളാണോ, അപ്പോൾ അവരെ വളർത്താനുള്ള ബുദ്ധിമുട്ട്, അവരെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഷാജിദയുടെ ഒരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിമ്പതി എല്ലാം പോയി കഴിഞ്ഞു. കാര്യം സ്വന്തം ഉമ്മയുടെ പറയാൻ തന്നെ മോശം തോന്നുന്നുണ്ട്. ഷെട്ടി ഡാൻസ് ജെട്ടി, അത് പറയാൻ തന്നെ മോശമുണ്ട്. അത് ലൈവിലൂടെ, അതായത് വീഡിയോയിലൂടെ കാണിച്ചു ഈ കുട്ടിയല്ല ഷാജിദ. അവളെയൊക്കെ നമ്മൾ എന്താ പറയണ്ടത്? എൻ്റെ സെയിം ഏജ് തന്നെയാണ്, 32 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ അത് കാണിച്ചു. സ്വന്തം അമ്മ എന്തായാലും എന്തൊക്കെ തെറ്റ് ചെയ്ത് ഈ അമ്മ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം അമ്മയോട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ ഏതെങ്കിലും മക്കൾ തുനിയോ?
ഇവൾ ചെയ്തു. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു 10 പേരെങ്കിലും അത് കണ്ടു കാണില്ല. അതിൻ്റെ മാന്യത, ഇവൾക്ക് എന്ത് മാന്യത ഉണ്ടായിട്ടാണ് ഇവളത് ചെയ്തത്? ഇവളെല്ലാം തുമ്മുന്നതും തുപ്പുന്നതും എല്ലാം ഇവൾ വീഡിയോ എടുത്ത് ഇവൾ യൂട്യൂബിലിടും. ഇവൾക്കൊരു യൂട്യൂബ് ഉണ്ട്, അതുകൊണ്ട് അത് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെ കാണിക്കാനായിട്ട് എല്ലാം എടുത്തിടും. പക്ഷേ ഇത് കാണാനായിട്ടുള്ള ആളുകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവരെ ഓർത്തൊരു പുച്ഛം തോന്നുന്നുണ്ട് കേട്ടോ. സ്വന്തം ഫാമിലിയെ വലിച്ചഴിച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഇവരുടെ ഈ വീഡിയോസ് കാണുന്നവരോട് നമുക്ക് അത്യാവശ്യം പുച്ഛം തോന്നും സത്യം പറഞ്ഞാൽ. എന്റെ കണ്ണീരിന്, എന്റെ മക്കളിന്, എന്റെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്റെ മക്കളിന് എന്നെ ദ്രോഹിക്കുകയാണ്. തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മടാള് കൊടുന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഫോണിൽ എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയില്ല. എങ്ങനെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് 10 മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം. മകൾക്ക് ഇങ്ങോട്ട് വരണം, എന്നെ മക്കളെ ഇവിടെ നാട്ടിൽ വരണം. അതിനുള്ളതാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ കൊണ്ട് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നെഞ്ഞിട്ടടിച്ചിട്ട് വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയും, എല്ലാത്തിലും അങ്ങ് കരഞ്ഞ് നിലയും വിളിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് ഫുള്ള് ചെയ്യുന്നത്. ഈ ഷാജിദയുടെ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാ വീഡിയോയും തുടങ്ങുന്നത് അവസാനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഞാൻ അങ്ങനെയാണ് 5 മക്കളെ വളർത്തുന്നത്, നിങ്ങൾക്കറിയാമോ? ഇടയിൽ നമുക്ക് 5 അല്ല 10 മക്കളുണ്ടെങ്കിലും നമ്മൾ വളർത്തിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ജനിപ്പിക്കരുത് നമ്മുടെ മക്കളെ. അതേ ഉള്ളൂ അതിനൊരു ഈ ചോദിക്കുന്നതിനകത്ത്. ഇപ്പം നമ്മുടെ മക്കളെ നാട്ടുകാർ വളർത്തി തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഈ കുഞ്ഞുങ്ങൾ വളർന്ന് ജോലിയൊക്കെ കിട്ടി സമ്പാദിച്ച് നല്ലത് വരുമ്പോൾ നാട്ടുകാർക്കാണ് കൊടുക്കുന്നത്. ഷാജിദയ്ക്കല്ലേ തരത്തോളൂ, അതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഈ ഷാജിദയ്ക്ക് എപ്പോഴും അങ്ങ് എന്തൊരു വായാണെന്നറിയോ, പറയുന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഷാജിദയുടെ ചെറിയൊരു വഴക്കിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഇടാം. അതിലെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. നിന്റെ ചട്ടി വീഡിയോ കാണണ്ട അവിടെ ഇങ്ങനെ യൂട്യൂബില് ചട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ചട്ടി തട്ടെടുത്തിട്ടാടാ അതെടുത്തിട്ടാടാ ഉമ്മ ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ഇങ്ങനെ തൊള്ളട ചീട ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട പുളുത്തി ഇതാണ് കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ കഞ്ചാവടിയൻ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട വൈറൽ. കണ്ടല്ലോ നിങ്ങളെ ഷാജിദയുടെ വഴക്കും ബഹളവും ഒക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഷാജിദ എന്താണ് ഇങ്ങനെയെന്നൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെങ്കിൽ ഇത്രയും എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? അവൾക്ക് ഇത്ര വലിയ മക്കളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയില്ലേ? നാളെ ഈ കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നവർ വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ ഉമ്മ ഇങ്ങനെയാരെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവർ തള്ളിക്കളയില്ലേ? അന്നേരം ഈ സിമ്പതിയും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളാണ്, അതായത് ഒരു പേരൻറ്റിങ് കെയർ ഇവർക്ക് വേണ്ടുന്ന കാലഘട്ടമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ മുതിർന്നു, അതായത് ഒരു വിവാഹപ്രായമൊക്കെ ആയി വിവാഹം കഴിച്ച് വരുമ്പോഴത്തേന് ഈ ഉമ്മായെ ഇപ്പം ഷാജിദ എങ്ങനെയാണോ തൻ്റെ ഉമ്മായെ അപമാനിച്ച് പുറത്തള്ളുന്നത്, അതായത് ഇറക്കി വിടാൻ ശ്രമിക്കുന്നത്, അതിനെക്കാട്ടിയും വളരെ വേദനാജനകമായിട്ടായിരിക്കും ഈ മക്കൾ സത്യം പറഞ്ഞാൽ ഷാജിദയോട് പെരുമാറുന്നത് കേട്ടോ. കാര്യം അവർ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഈ മക്കളുടെ ഒരു വീഡിയോ പുറത്തു വന്നല്ലോ. ഈ മക്കളുടെ വീഡിയോ പുറത്തു വന്ന സമയത്ത് ഇത്രയും നാൾ ഷാജിദയെ പറഞ്ഞുകൊണ്ടിരുന്നവരിപ്പോൾ കുഞ്ഞുങ്ങളെ ആരും അപമാനിക്കുകയല്ല, എന്നാലും പറയുന്നുണ്ട്, കമ്പനിയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, മക്കളെ പറയിപ്പിച്ചു. ഇത്തരം വലിയ കുഞ്ഞുങ്ങളല്ലേ, ഇവർ ഈ ഉമ്മായ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. പക്ഷേ എന്നാലും ഇവർ ഈ ഉമ്മായെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? അവർക്കിപ്പോൾ പേരൻറ്റിങ് കെയർ ആവശ്യമാണ്, അതായത് ബാപ്പ ഇല്ലാത്ത സ്ഥാനത്ത് ഉമ്മയുടെ കെയർ ആവശ്യമാണ്. അതിന് വേണ്ടിയാണ് അവർ ഉമ്മായെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. നാളെ ഒരു സമയത്ത് ഈ മക്കൾ തന്നെ ഇവളെ തള്ളിപ്പറയും. അപ്പോൾ ഇവൾ എന്ത് ചെയ്യും എന്നും ഈ യൂട്യൂബ് ഇവളുടെ കൂട്ടായിട്ടുണ്ടാകുമോ? ഇപ്പോൾ 2 ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫേഷ്യൽ. ഒരു ദിവസം നമ്മുടെ മനുവിൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു പറയുന്നത്, ഞാൻ ഈ യൂട്യൂബൊന്നും മനുവിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്കകത്താണോ അതോ കൈസിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്കകത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പറയുന്നുണ്ട്, ഞാനൊരു ബിസിനസ് തുടങ്ങി, ഈ ടിക്ടോക്ക് നിർത്തിയാണൊക്കെ എപ്പോഴും പെട്ടെന്ന് യൂട്യൂബ് നിർത്താം, അപ്പോൾ എൻ്റെ വരുമാനം നിലയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്രീം ഉണ്ടാക്കി. എന്തോ ഒരു ക്രീമിൻ്റെ ബിസിനസ്സാണ്, 999 രൂപയോ അത്രയും കണ്ട് ആ ഒരു ക്രീമിൻ്റെ വില. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിക്കൊക്കെ പെട്ടെന്നൊരു ക്രീം പ്രോഡക്റ്റ്, വൈറ്റനിങ് ക്രീമാണ് കേട്ടോ, വെളുക്കാനായിട്ടുള്ളതാണ്, അപ്പോൾ അത് നല്ല സെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ക്രീമൊക്കെ പ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള വിവരം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ഷാജിദയ്ക്ക്? എനിക്ക് അറിയില്ല കേട്ടോ. അതിനൊക്കെ അതിൻ്റെതായ പ്രൊസീജിയർ ഇല്ലേ? അവരൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ?
എനിക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എത്തിയും കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഡ്രസ്സൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാജിദ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കൊരു നല്ല വശമുണ്ട്. പക്ഷേ എന്ത് പറയണം, എന്ത് ചെയ്തുകൂടാ എന്ന് അറിയാത്തത് കൊണ്ടാണോ, അതോ യൂട്യൂബിൽ നിന്ന് റീച്ച് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളവരെ മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, ഇൻകം കൂടുതൽ കിട്ടത്തുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ ഷാജിദ ഇങ്ങനെ കാണിക്കുന്നതെന്നറിയില്ല. എന്തായാലും ഷാജിദ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൂടി ഇതിൽ വലിച്ചഴിക്കുന്നുണ്ട്. അതിൽ കൊച്ചുങ്ങൾ പറയുന്ന രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കൂടെ ഞാൻ കാട്ടാട്ടോ. കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് കാണിച്ചത്? സെഫീന കണ്ടോ കേട്ടോ. സെഫീന പറഞ്ഞ ആള് ഞങ്ങളെ ചേലുള്ളിലാക്കാൻ ഇറങ്ങിയിരിക്കുക. അവർക്ക് ഒരു ആവശ്യമില്ല ഞങ്ങൾ ചേലുള്ള, അവര് റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും, ഞങ്ങളെ അങ്ങനെ പറയാനായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ പിന്നെ ഇമ്മ എൻ്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇതിട്ടത്. ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നാളെ ഇപ്പോൾ ഇമ്മപ്പോൾ എൻ്റെ ഉമ്മമ്മാൻ്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എതിരെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. ഇതില്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ട് കമന്റും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീഡിയോ എടുക്കണേ. ഉമ്മ പറഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഉമ്മ അറിഞ്ഞില്ല, ഉമ്മ അങ്ങനെയാണ്, ഉമ്മ ഇങ്ങനെ. ഇത് ഷാജിദയുടെ ഫോണാണ്, ഷാജിദയുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിനകത്ത് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഷാജിദ അറിയാതിരിക്കുമോ, അതിൽ വരുന്ന കമൻസുകൾ ഷാജിദ കാണാതിരിക്കുമോ, അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട്. മക്കളെ നിങ്ങളൊരിക്കലും തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നെ വളരുക. അറിഞ്ഞുകൂടെങ്കിലും ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ മുതിർന്നു വരുവാണ്, നിങ്ങളും ഇതിൽ തെറ്റായിട്ട് ഇതാകാതിരിക്കുക. ഉമ്മ പറയുന്ന മൊത്തവും കള്ളമാണെന്ന് നിങ്ങൾ കണ്ണടച്ചിങ്ങനെയൊക്കെ പറയുമ്പം കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു ഞാൻ ഉമ്മ അത്രമാത്രം വേദനയുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെക്കുറിച്ച് ഒരിക്കലും ഞാൻ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. അപ്പോൾ അത്രമാത്രം നെഗറ്റീവ് അനുഭവം അവരിൽ നിന്നുണ്ടായിട്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മക്കളും അമ്മയുടെ ഷെഡി ഡാൻസ് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ അമ്മമാരെ അപമാനിക്കില്ല. അങ്ങനെ അപമാനിക്കുന്നവരൊന്നും ഒരു മക്കളും അല്ല. എന്താ ഇവർ പറയേണ്ട, മനുഷ്യരാണെന്ന് പോലും പറയാൻ സാധിക്കില്ല. ഒരു തരത്തിലുള്ള വിവരമോ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഷാജിദ ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാജിദ അന്ന് രാത്രി തന്നെ ലൈവ് ഇടും നമ്മളെ വിമർശിച്ചുകൊണ്ട്. പക്ഷേ ഷാജിദ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ഷാജിദ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ലൈവ് ഇട്ടതിന് ശേഷം ഈ വീഡിയോസ് ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണണം. അപ്പോൾ ഷാജിദയ്ക്ക് മനസ്സിലാവുന്നത് ഷാജിദ എന്തൊക്കെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സംഭവിച്ചത്. അപ്പോൾ അതിന് ശേഷം വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. വീഡിയോസ് എടുക്കുമ്പോഴായാലും ലൈവ് ചെയ്യുമ്പോഴായാലും എന്തൊക്കെയാണ് താൻ ഈ ലൈവിലൂടെ പറയുന്നതെന്ന് കൂടെ ശ്രദ്ധിക്കണം. ഇത്രമാത്രം കാര്യങ്ങളുള്ളൂ എനിക്ക് പറയാനായിട്ട്. നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.